നമസ്കാരം. ഇന്ന് നമ്മൾ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജലപാതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, ഹോർമൂസ് കടലിടുക്ക്. പലപ്പോഴും സംഘർഷങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണിവിടം. ലോക ഊർജ്ജ വിതരണത്തിന്റെ ഒരു പ്രധാന കവാടം, അല്ലേ? തീർച്ചയായും. ഈ സ്രോതസ്സുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും, ഈ ചെറിയൊരു വഴിക്ക് ലോക സമ്പദ്വ്യവസ്ഥയെ വരെ പിടിച്ചുകുലുക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, ഇതിന്റെ പ്രാധാന്യം, പിന്നെ നിലവിലുള്ള അപകടസാധ്യതകൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കാം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നതാണ്. ശരിയാണ്. നമുക്ക് തുടങ്ങാം. ഈ ഹോർമൂസ് കടലിടുക്ക് അത് ശരിക്കും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ? ഇത് പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഗൾഫിലേക്കും പിന്നെ അറേബ്യൻ കടലിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ ജലപാതയാണ്. ഓഹോ. വടക്കുഭാഗത്ത് ഇറാൻ വരും, തെക്ക് ഒമാനും യും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വീതി കുറവാണ്. വീതി കുറവാണെന്നോ? എത്രത്തോളം? ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏകദേശം 33 കിലോമീറ്റർ മാത്രം. കപ്പലുകൾക്ക് പോകാൻ ഓരോ ദിശയിലേക്കും ഒരു 3 കിലോമീറ്റർ വീതിയുള്ള ചാനൽ മാത്രമേ ഉള്ളൂ. വെറും 3 കിലോമീറ്റർ? അതെ. അത്രയും ചെറിയൊരു വഴിയിലൂടെയാണ് ലോകത്തിന്റെ ഊർജ്ജത്തിൽ വലിയൊരു പങ്കൊഴുകുന്നത്. അത്ഭുതം തന്നെ. അത്രയും ചെറിയൊരു വഴി എങ്ങനെയാണ് ഈ ലോക ഊർജ്ജ ഭൂപടത്തിൽ ഇത്രയും നിർണായകമാകുന്നത്? പ്രധാന കാരണം എണ്ണയും പ്രകൃതിവാതകവും തന്നെ. നിങ്ങൾ തന്ന റിപ്പോർട്ടുകളിലെ കണക്ക് നോക്കൂ. ലോകത്തിലെ മൊത്തം എണ്ണ ഉപയോഗത്തിന്റെ ആദാണ്ട് 1/5. 1/5? അതെ. അതായത് ദിവസവും ഒരു 17 ദശലക്ഷം ബാരലിന് മുകളിൽ ക്രൂഡ് ഓയിൽ ഇതുവഴിയാണ് പോകുന്നത്. സൗദി, ഇറാഖ്, UAE, കുവൈറ്റ്, ഇറാൻ ഈ രാജ്യങ്ങളുടെ ഒക്കെ പ്രധാന കയറ്റുമതി മാർഗമാണിത്. എണ്ണ മാത്രമല്ലല്ലോ, ഈ LNG, അതായത് ദ്രവീകൃത പ്രകൃതിവാതകം, അതിന്റെ കാര്യത്തിലും ഇത് പ്രധാനമാണെന്ന് കണ്ടു. ഖത്തറിന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരാണ് ഖത്തർ. അവരുടെ ഏതാണ്ട് മുഴുവൻ കയറ്റുമതിയും ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അപ്പോ അതും വലിയൊരു ഘടകമാണ്. തീർച്ചയായും. ഇതിനൊക്കെ പുറമെയാണ് ഈ മേഖലയുടെ ഒരു സൈനിക പ്രാധാന്യം. ഒരു വശത്ത് ഇറാന്റെ നാവികത്താവളങ്ങൾ, അവരുടെ അഭ്യാസങ്ങളൊക്കെയുണ്ട്. മറുഭാഗത്ത് കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ അമേരിക്കയുടെയും മറ്റു സഖ്യകക്ഷികളുടെയും നാവികസേനയുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. പിന്നെ ഊർജം മാത്രമല്ല, മറ്റു പല ചരക്കുകളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. ഈ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഇടയ്ക്കിടെ പറയുന്ന ആ ഭീഷണി, അതായത് കടലിടുക്ക് അടയ്ക്കുമെന്നുള്ളത്, അത് ശരിക്കും സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ലോകത്തെ എങ്ങനെ ബാധിക്കും? അതൊരു ഭീകരമായ അവസ്ഥയായിരിക്കും. ഇറാൻ ആ ഭീഷണി നടപ്പാക്കിയാൽ പിന്നെ പറയണ്ട. ആഗോള എണ്ണവില ഒരുപക്ഷെ ബാരലിന് $150-200 അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് കുതിച്ചുയരും. ഓഹോ. പിന്നെ LNG അത് നിലച്ചാൽ ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്പിനും വലിയ ഊർജ്ജപ്രതിസന്ധിയുണ്ടാകും. വ്യാപാരം മൊത്തത്തിൽ താളം തെറ്റും. ഷിപ്പിംഗ് ചാർജുകൾ കൂടും. സ്വാഭാവികമായും. ഇതെല്ലാം കൂടി ലോക സമ്പദ്വ്യവസ്ഥയെ ഒരു മാന്ദ്യത്തിലേക്ക് വരെ എത്തിക്കാം. പണപ്പെരുപ്പം കൂടും, വിപണിയിലൊക്കെ വലിയ ആശങ്കയുണ്ടാകും. ഇന്ത്യയുടെ കാര്യം ഓർക്കുമ്പോഴാണ് കൂടുതൽ പേടി തോന്നുന്നത്. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ 80% ഇതുവഴിയാണല്ലോ വരുന്നത്. ഇന്ത്യക്ക് എന്തൊക്കെയായിരിക്കും പ്രധാന പ്രത്യാഘാതങ്ങൾ? ഇന്ത്യക്കിത് വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഈ 80% ഇറക്കുമതി നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വലിയ ക്ഷാമം വരും. വില താങ്ങാൻ പറ്റാതാവും. അത് പിന്നെ പറയണ്ടല്ലോ. വ്യാപാര കമ്മി കൂടും. ഗതാഗതം, വ്യവസായം, പവർ ജനറേഷൻ ഇതൊക്കെയൊരു സ്തംഭനാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട്. പിന്നെ പണപ്പെരുപ്പം. ഇന്ധനവില കൂടിയാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുമല്ലേ? അതെ. പ്രത്യേകിച്ച് വളം വില കൂടിയാൽ അത് നമ്മുടെ കൃഷിയെ തകർക്കും. ഭക്ഷ്യസുരക്ഷ വരെ പ്രശ്നത്തിലാവാം. ഗൾഫിലുള്ള നമ്മുടെ പ്രവാസികളുടെ കാര്യവും ഒരു ആശങ്കയല്ലേ? തീർച്ചയായും. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ ഒരു വലിയ ചോദ്യമാകും. പിന്നെ ഇന്ത്യൻ നേവിക്ക് അറേബ്യൻ കടലിൽ സുരക്ഷാ കാര്യങ്ങൾ കൂട്ടേണ്ടിവരും. സ്റ്റോക്ക് മാർക്കറ്റിലും വലിയ ഇടിവുണ്ടാകാം. മറ്റു പ്രധാന രാജ്യങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും? യൂറോപ്പ്, ചൈന, ജപ്പാൻ, അമേരിക്ക, അവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? ഖത്തറിൽ നിന്നുള്ള LNGയെ ആശ്രയിക്കുന്ന യൂറോപ്പിന് വലിയ തിരിച്ചടിയാകും. ചൈനയും ജപ്പാനും ഊർജ്ജത്തിനു വേണ്ടി ഹോർമുസിനെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. അവർക്കും പ്രശ്നമാകും. അമേരിക്കയുടെ കാര്യമോ? അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ആശ്രയത്വം കുറവാണെങ്കിലും ലോകവിപണിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടിയും അവർക്ക് ചിലപ്പോൾ സൈനികമായിട്ട് പോലും ഇടപെടേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും സാധാരണ പ്രതികരണങ്ങൾ? സൈനികമായും നയതന്ത്രപരമായും എന്തൊക്കെ സംഭവിക്കാം? അമേരിക്കൻ നേവി ഇടപെടാനാണ് ഏറ്റവും സാധ്യത. കടലിടുക്ക് തുറക്കാൻ അവർ സൈനിക നീക്കം നടത്തിയേക്കാം. മറ്റ് ഗൾഫ് രാജ്യങ്ങളോ? സൗദിയും UAEയും ഒക്കെ കരമാർഗമുള്ള പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കാൻ നോക്കും. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. അതിന്റെ ശേഷി കുറവാണ്. ഇന്ത്യ എന്തു ചെയ്യും? ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കും. അതോടൊപ്പം അറേബ്യൻ കടലിൽ നാവിക സാന്നിധ്യം കൂട്ടാനും സാധ്യതയുണ്ട്.
UN അടിയന്തരമായി ഇടപെടും. ചൈനയും റഷ്യയുമൊക്കെ? ചൈന അവരുടെ ഊർജ്ജ താൽപര്യം സംരക്ഷിക്കാൻ നയതന്ത്രപരമായി ഇടപെടും. റഷ്യയുടെ നിലപാട് അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ ഇറാനെ സപ്പോർട്ട് ചെയ്തെന്നും വരാം. ചരിത്രത്തിൽ ഇതിനു മുൻപും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ഈ മേഖലയിൽ? ഉണ്ടായിട്ടുണ്ട്. 1980കളിൽ ഇറാൻ-ഇറാഖ് യുദ്ധസമയത്ത് ടാങ്കർ യുദ്ധം എന്ന് പറഞ്ഞ് എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഓ, ഓർക്കുന്നു. പിന്നെ 2011-12 ഉപരോധം വന്നപ്പോൾ ഇറാൻ കടലിടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. 2019 ബ്രിട്ടീഷ് ടാങ്കർ പിടിച്ചെടുത്തതും വലിയ പ്രശ്നമായി. ഇപ്പോ ഇസ്രായേൽ-ഇറാൻ സംഘർഷം കാരണം ഈ പേടി വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ ഹോർമൂസ് കടലിടുക്ക് ലോക എണ്ണ വിതരണത്തിന്റെ 1/5 ഇതുവഴി പോകുന്നു. ദിവസവും ഒരുപാട് ടാങ്കറുകൾ പോകുന്നു. എപ്പോഴും ഒരു സംഘർഷ സാധ്യത അവിടെയുണ്ട്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് ഒഴിവാക്കാനും പറ്റില്ല എന്ന വലിയൊരു ആശങ്കയുമാണ്. ബദൽ വഴികൾ അത്ര ഫലപ്രദവുമല്ല. അതെ, വളരെ കൃത്യമാണ്. ഹോർമുസ് അടഞ്ഞാൽ അത് ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാകും. ഇന്ത്യയെ സംബന്ധിച്ച് അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. ശരി, ഈ വിശകലനം നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഈ പൈപ്പ് ലൈൻ പോലുള്ള ബദൽ മാർഗങ്ങൾക്ക് ശേഷിക്കുറവാണ്. സൈനിക ഇടപെടൽ വലിയ അപകടം പിടിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഹോർമൂസ് പോലെ ഒരൊറ്റ വഴിയെ മാത്രം ഇത്രയധികം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ നയതന്ത്രത്തിനും നാവികശക്തിക്കുമപ്പുറം ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ദീർഘകാലത്തേക്ക് എന്ത് ഊർജ്ജ സുരക്ഷാ തന്ത്രങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞേക്കും? ഒരുപക്ഷേ ഊർജ്ജ സ്രോതസ്സുകൾ പലയിടങ്ങളിൽ നിന്നാക്കുന്നതിലോ അതോ പുതിയ സാങ്കേതിക വിദ്യകളിലോ ആകുമോ ഇതിനൊരുത്തരം? ചിന്തിക്കാവുന്നതാണ്.